മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കാസർഗോഡ് ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട 16-കാരനെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ സംഭവം സംസ്ഥാനത്ത് സമാന രീതിയിൽ കുറ്റകൃത്യം നടന്നതായി സൂചന. ഡേറ്റിംഗ് ആപ്പുകൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നാണ് വിലയിരുത്തൽ. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, സംസ്ഥാനത്ത് സമാന രീതിയിൽ കുറ്റകൃത്യങ്ങൾ നടന്നതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, കഴിഞ്ഞ ആഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു കേസ് ലഭിച്ചത്. ഈ സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടായിരുന്നു ഇത്തരത്തിൽ ഡേറ്റിംഗ് ആപ്പ് ഉപയോഗപ്പെടുത്തി വ്യാപകമായ രീതിയിൽ ഈ പ്രായപൂർത്തിയാവാത്ത ഒരു ആൺകുട്ടിയെ ലൈംഗിക അതിക്രമത്തിനിരയാക്കിയ സംഭവം റിപ്പോർട്ട് ചെയ്തത്. ഇതിന് പിന്നാലെ പോലീസ് സംസ്ഥാനത്തുടനീളം വ്യാപകമായ തിരച്ചിൽ നടത്തി. ഇതിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും ഇതിൽ ഈ ആപ്പുകൾ കേന്ദ്രീകരിച്ച് ദുരുപയോഗം നടന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് ഇതിൽ പല ഇടനിലക്കാരും ലോഡ്ജ് ഉടമകളും പങ്കാളികളാണ് എന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം. ഈ ചന്ദേരയിലെ പോലെ തന്നെ സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ സമാന രീതിയിൽ കുട്ടികൾ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും പോലീസ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചു വരികയാണ്. സൈബർ ടീമിന്റെ ഉൾപ്പെടെയുള്ള സഹായം തേടിയാണ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി വരുന്നത്. ഈ ചന്ദേരയിലെ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ 16 പ്രതികളിൽ 15 പേർ പിടിയിലിട്ട്. ഒരാൾ കൂടി മാത്രമാണ് ഇനി പിടിയിലാകാനുള്ളത്. ഈ ആൺകുട്ടി സ്വവർഗരതിക്കാർക്കുള്ള ആപ്പ് ഉപയോഗപ്പെടുത്തിയാണ് ഇത്തരത്തിൽ ആളുകളെ കണ്ടെത്തിയത്. ഈ കണ്ടെത്തിയ ആളുകളിൽ നിന്ന് ഈ ആൺകുട്ടി പണം മേടിക്കുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സമാന രീതിയിൽ ഇടനിലക്കാർക്കടക്കം പണം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിച്ചു വരുന്നത്. ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ സമാന സ്വഭാവക്കാരായിട്ടുള്ള ആളുകളെ കണക്ട് ചെയ്യുന്ന ഈ ലോഡ്ജ് ഉടമകളെയും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം. എന്തായാലും ആപ്പുകളിലെ ചില സുരക്ഷാ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ആപ്പുകളിലെ ദുരുപയോഗം, അത് വ്യാപകമായി ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് കാരണമായി എന്നൊരു വിലയിരുത്തൽ കൂടി പോലീസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ആപ്പുകൾക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്ന കാര്യത്തിലും കാര്യമായ ആലോചന നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 16 വയസ്സ് മാത്രമുള്ള ആൺകുട്ടി ഈ ആപ്പിൽ കയറുകയും അതിനുശേഷം 18 വയസ്സായി എന്ന് സെൽഫ് ഡിക്ലറേഷൻ നൽകുകയും ചെയ്തതിനു ശേഷമാണ് ഇത് വ്യാപകമായി ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് 14 വയസ്സ് മുതൽ ഈ ആൺകുട്ടി ഇത് ഉപയോഗിച്ച് വരികയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ ആൺകുട്ടിക്ക് ഇതുമായി ബന്ധപ്പെട്ട് വിവരം നൽകിയിട്ടുള്ള ആളുകളെ കുറിച്ചടക്കം പോലീസ് ഇപ്പോൾ പ്രധാനമായും പരിശോധിച്ച് വരികയാണ്. എന്തായാലും ഈ സംഭവത്തിൽ കൂടുതൽ ആളുകൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ 13 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 16 പ്രതികളാണുള്ളത്. ഇതിൽ 15 പേരെ ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇതിൽ ഉന്നത ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ഫുട്ബോൾ പരിശീലകൻ, RPF ജീവനക്കാരൻ, അതുപോലെ തന്നെ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ തുടങ്ങിയ ആളുകളെല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, എറണാകുളം ജില്ലയിൽപ്പെട്ട ആളുകളാണ് ഇതിൽ കൂടുതലായും ഉൾപ്പെട്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇതിൽ കൂടുതൽ കാര്യക്ഷമമായ അന്വേഷണം ഉണ്ടാകും. സൈബർ വിഭാഗത്തെ ഉൾപ്പെടുത്തി ഈ അന്വേഷണ സംഘത്തെ വിപുലീകരിക്കാനുള്ള ഒരു നീക്കവും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും സമാന രീതിയിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ പോലീസിന് ബോധ്യമായതാണ്. ഈ കണ്ടെത്തിയ ആളുകൾ അത് ഈ ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട ആളുകളാണ്. ഇവർ പലയിടങ്ങളിലും ഈ ഇത്തരം സംഭവങ്ങൾ ഈ ആൺകുട്ടികളെ അടക്കം കൈമാറ്റം ചെയ്യുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ നിലവിൽ ഈ കേസിൽ ഇപ്പോൾ 16 പ്രതികളിൽ 15 പേരെയും പിടികൂടിയിട്ടുണ്ട്. ഒരാൾ ഇനിയും പിടിയിലാവാനുണ്ട്. ഇത് മുസ്ലിം ലീഗിന്റെ ഒരു പ്രാദേശിക നേതാവാണ്. ഇയാൾ ഇപ്പോഴും ഒളിവിൽ തുടരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഈ കേസിൽ ബാക്കി പിടിയിലായ എല്ലാവരെയും ഇപ്പോൾ കാസർഗോഡ് ഹോസൂർ കോടതി ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ദീപ്തി, ശരി. കാസർഗോഡ് ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട 16-കാരനെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ സംഭവത്തിന് പിന്നാലെ സംസ്ഥാനത്ത് സമാന രീതിയിൽ കുറ്റകൃത്യം നടന്നതായി സൂചന. ഡേറ്റിംഗ് ആപ്പുകൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നാണ് വിലയിരുത്തൽ. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്.